പാലക്കാട്ടേക്കുള്ള യാത്ര മാത്രമല്ല, രാഷ്ട്രീയ യാത്ര തന്നെ തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും എല്ലാം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടം മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കുമ്പോഴും ആദ്യം ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായ പേര് സാറിൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴെല്ലാം, ഇവിടെ വരാത്തപ്പോഴുമെല്ലാം അത് തന്നെയാണ് മനസ്സിൽ. പാലക്കാട് ഒരു വലിയ മില്ലും ജയം തന്നെയായിരുന്നു. അത് സാറ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വിശ്വട്ടനെ കിട്ടിയൊരു ഭാഗ്യമുണ്ട്. വിശ്വട്ടനൊക്കെ ജയിക്കുമ്പോൾ ആദ്യം പറയാൻ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിഷയത്തിനകത്ത് ഒരു നിർഭാഗ്യവാനാണ്. കാരണം എൻ്റെ വിജയം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കുവാൻ പ്രസ്ഥാനം അവസരം തരുമ്പോൾ അതിന് പ്രാപ്തനാക്കുന്നതിന് പിന്നിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിലൊരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഇല്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. രാഷ്ട്രീയം കൂടെ പാലക്കാട്ടെ ജയത്തിൽ വർഗീയ വോട്ടുകൾ തേടിയിട്ടുണ്ടെന്ന് ഇടതുപക്ഷം ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. എന്താണ് മറുപടി? ആരോപണങ്ങൾ അവസാനിപ്പിക്കാറായില്ലോ എന്നുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് 2026 പ്രവർത്തനം ഞാൻ ആരംഭിച്ചു. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ അവരും ആരംഭിച്ചെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കി വിടാനുള്ള ശ്രമം BJPയുടെ CPMന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വീടാന്തരം കയറി BJP പ്രസിഡന്റ് വർഗീയമായി ഒക്കെ പ്രചരണം നടത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരാണ് ഒന്നാമത്? മുനമ്പം വിഷയം ആളുകളുടെ മനസ്സിൽ ആശങ്ക വിതറുന്നത് RSSും CPMും ഗവൺമെൻറ്റും മാത്രമാണ്. ആ വിഷയം കത്തിക്കാൻ നോക്കി. ആ മേഖലയിൽ ആരാണ് മുന്നിൽ? ഇനിയും അവസാന ദിവസം ഒരു പരസ്യം 2 പത്രത്തിൽ മാത്രം കൊടുത്തിട്ട് ഒരു വർഗീയത ഇളക്കാൻ ശ്രമിച്ചു. ആ പ്രദേശത്ത് ആരാണ് മുന്നിൽ? അപ്പോൾ പാലക്കാട് സമഗ്രമായി ഉണ്ടായ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ 26-ൽ തരാം. ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ജനകീയ മുഖമായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റേത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയുമായിട്ടാണോ ഇനി അങ്ങോട്ട് എന്താണ്? ഞങ്ങളുടെ എല്ലാം ഒരു സ്കൂൾ അതാണ്. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്, ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിപ്പം ഏതൊരു നേതാവും പറയാറുണ്ടല്ലോ, ജനങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയിൽ ആദ്യം ഞങ്ങൾ മാതൃകയാക്കുന്നത് സാറിനെയാണ്. അപ്പോൾ അത് പിന്നെ ആ പാതയിലൂടെ നടക്കാനും അത് അനുകരിക്കാൻ ശ്രമിക്കാനൊക്കെ കഴിയുകയുള്ളൂ. അതുപോലെ എത്താൻ ഇനിയും മറ്റൊരാൾക്ക് കഴിയാത്തതുകൊണ്ടാണല്ലോ ഈ കേരള രാഷ്ട്രീയത്തിലെ തന്നെ എല്ലാ കാലഘട്ടത്തിലെയും ഒരു ക്ലാസിക് ചരിത്രമായി ആ മനുഷ്യനങ്ങനെ അവശേഷിക്കുന്ന മറ്റൊരാൾക്ക് പകർത്താൻ കഴിയാത്തതുകൊണ്ടാണ്. ഞങ്ങളെല്ലാം ആ വഴിയിലൂടെ നടക്കുന്നു. അതിൻ്റെ ഒരു 1000-1 അംശം എത്താൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. ഞാൻ പിന്നെ ഇനിയും അതൊരു വിവാദമാക്കണ്ട കേട്ടോ. പുള്ളി സ്ഥലത്തില്ല. ഇങ്ങനെ ഞങ്ങൾ കാരണം ഇവിടെ വരുമ്പോഴെല്ലാം അതൊരു വിവാദമാകാറുണ്ട്. വിളിച്ചിരുന്നു എന്ന് മാത്രമല്ല, പിന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു. പുള്ളി പിന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 1-2 ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിരുന്നു ഞങ്ങൾ. അപ്പം മാത്രമല്ല, അദ്ദേഹം അടുത്ത ആഴ്ച വരും. അപ്പോൾ അടുത്ത ആഴ്ച എത്തിയിട്ട് ഒന്നുകൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. SDP ഉൾപ്പെടെ SDPIക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ. അപ്പോൾ ലീഗിനോടൊപ്പം SDP ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോഴേ SDP ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDP ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDP കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയല്ലേ. ഞാൻ എൻ്റെ മറുപടിയാണ് ചോദിക്കുന്നത്. SDPIക്ക് പാലക്കാട് എത്ര വോട്ടുള്ളത്? SDPIക്ക് പാലക്കാട് എത്ര വോട്ടാണുള്ളത്? അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന എത്ര വോട്ടാണ്? ഇനിയും ശരി, ഇവർ പറയുന്നൊരു വർഗീയതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, മുനമ്പം കുത്തിയിളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് പാലക്കാടിൻ്റെ വിജയമാണ്, വർഗീയതയുടെ വിജയമല്ല. വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ്. ഒരു മണ്ഡലത്തിലെ സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പം ഞങ്ങൾ തോറ്റു എന്ന് പറയാനുള്ള മടി എന്തിനെങ്ങനെ? ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കണം അല്ലേ പ്രസിഡന്റ്? നമ്മൾ തോറ്റു എന്ന് പറയാനുള്ളൊരു ആർജവം കാണിക്കണ്ടേ? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറയണം. അതിനിപ്പം വോട്ട് ചെയ്ത മനുഷ്യന്മാരെ കളിയാക്കാൻ പാടുള്ളൂ. BJPക്കുള്ളിലെ പടലപ്പിണക്കല്ല, BJPയോടുള്ള ജനങ്ങളുടെ പടലപ്പിണക്കം നന്നായി ഗുണം ചെയ്തിട്ടുണ്ട്. ഇനിയും പിന്നെ ആകെ വോട്ട് വർദ്ധിച്ചിട്ട് വോട്ട് കൂട്ടിയല്ലോ, എല്ലാ പാർട്ടികളും വോട്ട് കൂട്ടിയല്ലോ.
ആ വോട്ട് കൂട്ടിയപ്പം CPM പറഞ്ഞത് 5000 വോട്ട് പുതുതായിട്ട് ചേർത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ CPMന്റെ വോട്ട് കിട്ടിയില്ലേ? CPMന് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ഉമ്മൻചാണ്ടിയിൽ നിന്നായിരുന്നു. ഇപ്പോൾ വിജയിച്ച ശേഷവും എത്തുന്നത് ഉമ്മൻചാണ്ടിയെ കാണാൻ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരുടെയൊക്കെ തന്നെ ഒരു വിദ്യാലയമാണ്. ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ ആഗ്രഹവുമെന്നും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ.